ഹായ്, എൻ്റെ പേര് അഫ്സീന മുജീബ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, എംപവർമെൻറ്റ് കോച്ചാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, പല ആളുകളും പറയാറുണ്ട് എൻ്റെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് വരുന്നത്, എനിക്ക് എപ്പോഴും ദുരിതങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നപ്പോഴാണ് എനിക്ക് ചുറ്റിലുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റിയത്, ആരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റക്കാണ് എന്നുള്ള പല കാര്യങ്ങളും അറിഞ്ഞത് പല പ്രശ്നങ്ങളും വന്ന സമയത്താണ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതം എങ്ങനെ ആയിരുന്നു? ആ ലൈഫിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതിനൊക്കെയും നിങ്ങൾ നേരിട്ടിട്ട് വന്നിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും അതിനെ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ പഠിച്ച ചില പാഠങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു പ്രശ്നം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ, നമുക്കവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിനക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നീ ഇതിനെ ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്തിനാണ് നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയത്? അതിന് ശരിക്കും നമ്മൾ അവരോടൊക്കെ മാറി നിന്ന ആളുകളോട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത ആളുകളോട് നമ്മൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയല്ലേ വേണ്ടത്, പരാതിക്ക് പകരം. കാരണം അവരില്ലാത്തത് കൊണ്ടാണ് നമുക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായതും അതിനെ നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റിയതും എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് പ്രശ്നങ്ങളോ ദുരിതങ്ങളോ വരുന്നത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്നത്, ഇത് എനിക്ക് പറ്റുകയില്ല എന്ന് തോന്നുന്ന ചില അവസ്ഥകൾ നമുക്ക് കടന്നു പോകാറുണ്ട്. അത് എന്തിനാണ് ശരിക്കും വരുന്നത്? അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് ഒരാഗ്രഹമുണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ മിലിറ്ററിയിലേക്ക് ഞാൻ പോകുമ്പോൾ എന്താണ്, എനിക്ക് അവിടെ ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടൂലേ? അപ്പൊ മാത്രമാണ് എന്നെ അതിലേക്ക് എടുക്കുള്ളൂ. അതെന്തുകൊണ്ടാ? ഒരു മികച്ച ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ ഒരിടത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തണം, അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. അതിനുള്ള ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനമാണ് നമുക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെയും നമ്മൾ വരുന്ന സമയത്ത് ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ ആലോചിക്കാം, ഈ ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു അവസ്ഥ വരാനുണ്ട് എന്നുള്ളത്. ഏതൊരു സങ്കടങ്ങൾ കടന്നു പോയാലും നമ്മുടെ ലൈഫിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് പിന്നെ നല്ലൊരു സന്തോഷമുള്ള ഘട്ടങ്ങൾ വന്നിട്ടുണ്ടാവും. നമ്മളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് പോലും അതിന്റെ ഒരു ലൈന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നിങ്ങനെ ഉയർന്നതാണ് ആ ഒരു രീതിയിലാണ്. അത് നേരായി കഴിഞ്ഞാൽ എന്തായി, നമ്മൾ തീർന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിഷമങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, അതിലിടയ്ക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും മാത്രമായി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എപ്പോ മുതലാണോ നമുക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്, ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റിലും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ചുറ്റിലും അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണോ നമ്മൾ ഉള്ളതിലേക്ക് നോക്കുന്നത്, അപ്പൊ നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടും എന്നുള്ളതാണ്. നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്കിനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും എനിക്കിപ്പോഴും ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, എനിക്കിപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് വിചാരിച്ചിടത്തേക്ക് നടന്നു പോകാൻ കഴിയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാഠിന്യം കുറയുകയും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ, എനിക്കെപ്പോഴും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് ആലോചിച്ചിരിക്കാതെ, എനിക്ക് ഓരോ കാര്യങ്ങൾ വരുന്നതും എന്നെ ഒന്നും കൂടെ എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ പരിശീലിപ്പിക്കുകയാണ്, എന്നെ ട്രെയിനിങ് ചെയ്യിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.